എന്തായാലും അന്നേരം കച്ചവടം ഒന്നും അറിഞ്ഞില്ലേ? ഇല്ലേക്കാ. ഒന്നും ഉണ്ടായില്ല. ചെക്കൻ രാവിലെ തുടങ്ങിയല്ലോ മനുഷ്യനെ വെറുപ്പിക്കാൻ. ബാപ്പാ ചായ. എന്തായാലും എനിക്ക് ചായ വേണോ? വേണ്ട. ശിവനെ കൊണ്ട് ഞാൻ തോറ്റി. ആ കായിക്ക, ഇന്ന് ചാകരെടുക്കുന്ന ദിവസമാ. അറബിയ സിലാണ? അറബി. ആര് പറഞ്ഞു? ലോറൻസ്. വഹാബിനോടും ശശാങ്കനോടും തെക്കോട്ട് നേരത്തെ നീങ്ങാൻ ലോറൻസ് പറഞ്ഞിട്ടുണ്ട്. ആ കായിക്ക, ഷാഹുൽ ഇന്നലെ നല്ല കോളായിരുന്നു. ഹിപ്പിയോട് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. മുടിഞ്ഞോൻ ഓന്റെ വർത്താനം മേലാൽ ഇവിടെ പറഞ്ഞു പോകരുത്. ഹലോ. ജനയമ്മേ, ജനയമ്മേ, ജനയമ്മല്ലേ ഇവിടെ? അമ്പലത്തിൽ പോയിരിക്കുക. അങ്ങോട്ട് തീരി, ഇങ്ങോട്ട് തീരി. മോനിരിക്കി. എനിക്കൊരു 10 രൂപ തരുക. എന്തിനാ? പട്ടം പറപ്പിക്കാനാ. കൊടുക്കല്ലേ മോനെ? തിരിച്ചു കൊടുക്കണം. നമുക്ക് നീ പാടാ. നമുക്ക് കള്ള കാണാൻ പറഞ്ഞോനെ. കാസിമിനെ കൊന്നല്ലേ? അവൻ ജോണിയെ കൊന്നു. അതുകൊണ്ട് ജോണിന്റെ ജീവൻ തിരിച്ചു കിട്ടുമോ? കൊല്ലും കൊലയും എന്നാ ഈ തൊഴിലൊന്ന് അവസാനിച്ച് കിട്ടുക. ഈ തൊഴിൽ നിലനിൽക്കുന്നിടത്തോളം അതുണ്ടാവും, തുടർന്നുകൊണ്ടേയിരിക്കും. ഷാഹുൽ എവിടെ? ഓനകത്തുണ്ട്. എന്തിനാ? അവൻ കഞ്ചാവ് കച്ചവടം തുടങ്ങിയെന്ന് കേട്ടു. എനിക്ക് അവനെ ഒന്ന് കാണണം. കാലത്താണ് വന്ന് കിടന്നത്. ഞാൻ വിളിക്കാം. ഷാവുലേ, അല്ല ഷാവുലേ, ഷാവുലേ. ഞാൻ പറഞ്ഞു നോക്കി, ആര് കേക്കാൻ? ഒന്ന് പറഞ്ഞ 10 തർക്കുത്തരം പറയും. അതാണ് ഓന്. വാപ്പ എന്തിനാ വിളിച്ചത്? ഷാഹുലേ, നിന്റെ പുതിയ കച്ചവടം എങ്ങനെയുണ്ട്? തരക്കേടില്ല. നിനക്ക് ചേർന്ന തൊഴിലല്ല ഇത്, നീ നിർത്തണം. എല്ലാവർക്കും സ്വർണ്ണ കച്ചവടം ചെയ്യാൻ സാധിക്കും. ഇഷ്ടം പോലെ ചെയ്യാം. പിന്നൊരു കാര്യം, സ്ക്വാഡ് പിടിച്ചെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്നാൽ ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല. ഓ, അറാൻ പറഞ്ഞോനെ. ഓന്റെ ധിക്കാരം കണ്ടില്ലേ? വാ. ചെല്ലടാ. നമ്മൾ ചെയ്യുന്ന തൊഴിൽ അന്തസ്സുള്ളതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇരട്ടി ലാഭം കിട്ടുന്ന ബിസിനസ്സാണ് കഞ്ചാവ് കച്ചവടം, എനിക്കറിയാം. എന്നാലും ആളെ കൊല്ലിക്കുന്ന ഈ ബിസിനസ് നമുക്ക് വേണ്ട. പിന്നെ ഞാൻ എന്ത് ഈ സോപ്പും ചീപ്പും കണ്ണാടി ഒന്നും വിൽക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. വേണ്ട, ഇഷ്ടമല്ലെങ്കിൽ നീ ചെയ്യണ്ട. നിനക്ക് ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടോ, അതോ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണോ? നീ ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി, ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷെ നീ എനിക്ക് വാക്ക് തരണം, നീ ഇനി കഞ്ചാവ് കച്ചവടം ചെയ്യില്ലെന്ന്. ഞാൻ വിശ്വസിച്ചോട്ടെ? ഞാൻ പോട്ടെ. ഞാൻ ജാനകിയമ്മയെ വീട്ടിൽ നോക്കി. ഞാൻ അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു. ഇന്ന് അവളുടെ പിറന്നാളാണ്. സാഗർ പോയിരുന്നു. അവളെ കണ്ടോ? ഇല്ല, ഞാനിന്ന് പോകുന്നുണ്ട്. പ്രസാദം കൊടുത്തേക്കാം. ജ്യോതിയോട് വല്ലതും പറയണോ? അമ്മയ്ക്ക് സുഖമാണെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ വരെ വന്നിട്ട് സാഗറിന് അമ്പലത്തിൽ കയറിയും തൊഴുതുകൂടെ? അതിലും ശക്തിയുള്ള ദേവി എന്റെ കൂടെ ഉള്ളപ്പം ഞാൻ അതിന്റെ അമ്പലത്തിൽ കയറണ ഇതാ തൊട്ടുക.
പിറന്നാളാണെന്ന് ജ്യോതിയുടെ അമ്മ പറഞ്ഞപ്പോഴേ അറിഞ്ഞത്. അമ്മയ്ക്ക് സുഖാണെന്ന് പറയാൻ പറഞ്ഞു. അതെ, ഞാൻ ഈ കരച്ചില് കാണാനല്ല വന്നത്. ഇങ്ങോട്ട് നോക്കി. ഈ കണ്ണീരിങ്ങനെ ചുമ്മാ കളയാനുള്ളതല്ല, വളരെ വില കൂടിയതാ. ജ്യോതി ചെറുപ്പമല്ലേ, ഇനിയും ജീവിതത്തിൽ ഇത് ഉപയോഗിക്കേണ്ട അവസരങ്ങൾ ഒരുപാട് വരും. ഞാൻ പോട്ടെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാര്യം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഒരുപാട് തവണ ഇത് കേട്ടിട്ടുള്ളതല്ലേ. സാഗർ അപകടം പിടിച്ച ഈ തൊഴിൽ നിർത്തണം, അല്ലേ? സാഗർ എന്നെ മറക്കണം. ഞാനൊരു കുറ്റവാളിയാണ്, ജയിൽ പുള്ളിയാണ്. സാഗർ വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം. ഇതല്ലേ പറയാനുള്ളത്? ഇടി പെണ്ണെ, അന്നും ഇന്നും എനിക്കൊരു ഉത്തരമേ ഉള്ളൂ. ഈ ലോകം മുഴുവൻ നിന്നെ ജയിൽ പുള്ളി എന്ന് പറഞ്ഞാലും ഞാൻ ഈ കഴുത്തിലെ താലി കെട്ടു. അതുകൊണ്ടുണ്ടാവുന്ന കുറവ് ഞാൻ സഹിച്ചോളാം. വേറൊരു പെൺകുട്ടിയെ ഈ സ്ഥാനത്ത് കാണാൻ എനിക്കാവില്ല. ജ്യോതി, എന്താ ഇത്? കരച്ചിൽ നിർത്താൻ. എന്നെ വല്ലതും അറിയിക്കാനുണ്ടെങ്കിൽ ഒരു കത്തെഴുതി അസിസ്റ്റന്റ് വാർഡൻ ജനാർദ്ദൻ അറിയിപ്പിച്ചാൽ മതി. ഞാൻ പോട്ടെ. അതല്ലേ എന്റെ ജോലി. അക്കാര്യം ഞാൻ ഹലോ, ഇവിടെ എന്താ വിശേഷം? ശവം പൊക്കിയെടുക്കുക. ചത്തയാളുടെ ചത്ത നമ്മുടെ എനിക്കറിയില്ല. അപ്പൊ പിന്നെ ബാലേഷ വന്നേ. നേനോ സ്ഥാനോ ഞാനും വരുന്നു. ഫോട്ടോ എടുക്കണ്ട. എന്താ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഒന്ന് മാറി, ഒന്ന് മാറിക്കേ. എനിക്ക് പറഞ്ഞ മനസ്സിലായി. എക്സ്ക്യൂസ് മീ. അശ്വതി? അതെ. ഹലോ. ജീവൻ ഇവിടെയുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വന്നിട്ട് 3-4 ദിവസമേ ഉള്ളൂ. അശ്വതി? ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് 2 ആഴ്ചയായി. ബാലേഷ വാ. ഇതിന്റെ ഫോട്ടോഗ്രാഫർ, കുറച്ച് സ്നാപ്സ് എടുക്കണം. ഓക്കെ, കാര്യം. താങ്ക് യു. അയ്യോ ബാല ഇവിടെ അല്ല, അവിടെ. അയ്യോ സോറി. ഹു ഈസ് ദ ഡിസീസ്ഡ്? നോ ഐഡിയ. ആരാന്നറിയില്ല. വള്ളക്കാരോ അറിയിച്ചതാ വഞ്ചി മുങ്ങി കിടക്കുന്ന കാര്യം. കുറച്ചു ദിവസം ആയതുപോലെ. മർഡർ ആണോ? ഐ തിങ്ക് സോ. റെഡി സർ, പോകാം. യെസ്, യു പ്രൊസീഡ്. വരട്ടെ അശ്വതി. ശരി, പിന്നെ കാണാം. ഓക്കെ. ആവശ്യത്തിനുള്ള ഫോട്ടോസ് എല്ലാം എടുത്തല്ലോ. ആരാ പോലീസ് ഓഫീസർ? സാറ് ഫോട്ടോ എടുക്കാൻ പോയ ആളല്ലേ ജീവൻ.
ഞങ്ങൾ ഒരുമിച്ചാ ഡൽഹിയിൽ MA ക്ക് പഠിച്ചത്. ഹലോ. ആ ഓഫീസിൽ ചെന്ന ഉടനെ എക്സ്ക്യൂസ് മീ, ഞാൻ ഹോട്ടൽ ചാണക്യ. ആ? എന്റെ പേര് ചാണക്യൻ. ഹോട്ടൽ ചാണക്യയുടെ മാനേജിംഗ് പാർട്ണറാണ്. മാഡത്തിന്റെ പേര് എന്താണാവോ? ഐ എം അശ്വതി ഫ്രം സൺഡേ മിറർ. അശ്വതി. സൺഡേ മിറർ. സൺഡേ ഞായറാഴ്ച, മിറർ കണ്ണാടി. ഞായറാഴ്ച കണ്ണാടിയോ? അങ്ങനെ ഒരു കണ്ണാടി ഉണ്ടായിരിക്കും. അല്ലാകെ ഒക്കെ അർത്ഥം ഉണ്ടച്ചു.